നമസ്കാരം, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു? ഞാനിവിടെ ഈശ്വരകൃപയാൽ സുഖമായിട്ടിരിക്കുന്നു. ഇത് ക്രിസ്മസ്. അപ്പോൾ ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ആണ് ഇന്ന്. സാധാരണ ക്രിസ്മസിന് എന്തൊക്കെയാണ് ചെയ്യുന്നത്? കേക്ക് വൈനൊക്കെ കൊടുക്കും, കഴിക്കും, ക്രിസ്മസിന് പാട്ടുകളൊക്കെ പാടും, സാന്റാക്ലോസ് ഉണ്ടാവും, പിന്നെ ഗിഫ്റ്റൊക്കെ കൊടുക്കും, നല്ല ഫുഡ് കഴിക്കും. എന്നാലേ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ക്യാൻഡിൽ മേക്കിംഗ് ആണ്. ക്രിസ്മസിന് ക്യാൻഡിൽ വേണ്ടേ? ഉറപ്പായിട്ടും വേണം. അപ്പം ഞാനേ ഇവിടെ നല്ല സെൻറ്റഡ് ക്യാൻഡിൽസ് ഉണ്ടാക്കാൻ പോവാണ്. അതേ, നല്ല മോസ്കിറ്റോ റിപ്പലൻ കൂടിയാണത്. സത്യമായിട്ടേ വീട്ടിലുണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ മാത്രമല്ല, നിങ്ങളും ഞാനും കൂടെ ചേർന്ന് പൊളിച്ചങ്ങ് ഉണ്ടാക്കാൻ പോവാണ്. ക്രിസ്മസ് നമുക്ക് ഗംഭീരമാക്കാം. ഓക്കെ, ആദ്യം നമുക്ക് ഒരു ഓറഞ്ച് എടുത്ത് ഒരു കഷ്ണം മുറിച്ചെടുക്കാം. എന്നിട്ട് ആ പീസിനെ വീണ്ടും ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. പൊതുവേ എനിക്ക് ഓറഞ്ചിൻ്റെ സ്മെല്ല് നല്ല ഇഷ്ടമാണ് കേട്ടോ. എസ്പെഷ്യലി ഈ കാറിൻ്റെ ഫ്രഷ്നറൊക്കെ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ചൂസ് ചെയ്യുന്നത് ഓറഞ്ച് അല്ലെങ്കിൽ ലൈമൊക്കെയാണ്. മുറിച്ച ശേഷം അതിനെ സൈഡിലോട്ട് നമുക്ക് മാറ്റിവെക്കാം. അടുത്തത് നമുക്ക് വേണ്ടത് ഒരു നാരങ്ങയാണ്. ഈ ഫുൾ നാരങ്ങയും ഞാനങ്ങ് ഉപയോഗിക്കാൻ പോവാണ് കേട്ടോ. ആദ്യം അതിനെ തിൻ സ്ലൈസസ് ആയിട്ട് മുറിച്ചെടുക്കാം. ഈ തിൻ സ്ലൈസസ് ആയിട്ട് മുറിച്ചെടുത്ത ശേഷം അതിനെ വീണ്ടും ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയെടുക്കണം. നമ്മൾ ഈ ഓറഞ്ചും നാരങ്ങയും ഒക്കെ ചെറിയ കഷ്ണങ്ങളാക്കാൻ കാരണം ഞാൻ യൂസ് ചെയ്യാൻ പോകുന്ന കണ്ടെയ്നർ, ഗ്ലാസ് കണ്ടെയ്നർ വളരെ ചെറുതാണ് കേട്ടോ. വലിയ ഗ്ലാസ്സിലാണ് ക്യാൻഡിൽ ഉണ്ടാക്കുന്നതെങ്കിൽ വലിയ പീസസ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി വേണ്ടത് കുറച്ച് ഗ്രാമ്പുവാണ് കേട്ടോ, ക്ലോവ്സ്. അത് കുറച്ചെടുത്ത് വെച്ചു. ഇനി സിനമൺ പൗഡർ അതെടുത്ത് വെച്ചു. ഇനി വേണ്ടത് കുറച്ച് ക്യാംഫറാണ്, കർപ്പൂരം. ഇത് നമുക്ക് മിക്സിയിൽ പൊടിച്ചെടുക്കാം. ഞാനിവിടെ കൈകൊണ്ട് തന്നെ അതിനെ നല്ല പോലെ പൊടിച്ച് പൗഡർ പോലെ ആക്കിയെടുക്കുകയാണേ. ആക്ച്വലി ഈ ഗ്രാമ്പുവും ഈ കർപ്പൂരവുമാണ് ഇൻസെക്ട് റിപ്പല്ലൻ്റായിട്ട് പ്രവർത്തിക്കാൻ പോകുന്നത്. മറ്റേ ഫ്രൂട്ട്സിലെ ഓറഞ്ചും ലെമണും സിനമൺ പൗഡറൊക്കെ നല്ല സെൻറ്റഡായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഇത് രണ്ടും കൂടി ചേരുമ്പോൾ വളരെ നാച്ചുറലായിട്ട് മണവും ഗുണവും കൂടി കിട്ടുന്നു. അങ്ങനെ ഇത് റെഡിയായി. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ഡ്രൈഡ് ഫ്ലവേഴ്സാണ് കേട്ടോ. ഏറ്റവും ബെസ്റ്റ് പാർട്ടാണ് ഈ ക്യാൻഡിൽ മേക്കിങ്ങിലെ ഈ ഡ്രൈഡ് ഫ്ലവേഴ്സ് കേട്ടോ. അസാധ്യ മണമാണ് അതിന്, ഭയങ്കര സൂതിങ് ആണ് മണം. ഇനി എടുത്തു വെക്കേണ്ടത് തിരികളാണ്. അതും ഞാൻ റെഡിയാക്കി വെച്ചു. ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ യൂസ് ചെയ്യാൻ പോകുന്ന കണ്ടെയ്നേഴ്സ് ഗ്ലാസ് ആണ്, കുഞ്ഞു കുഞ്ഞു ഗ്ലാസ്സാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം ലുലുവിൽ പോയി ഞാൻ മേടിച്ചതാണേ. 6 പീസസാണ് ഞാൻ മേടിച്ചത്. ഇതിൻ്റെ അകത്ത് നമുക്ക് ആദ്യം ഓറഞ്ചൊക്കെ ഫില്ല് ചെയ്യാം. ആ ചെറിയ ചെറിയ കഷ്ണങ്ങളിടാം. ഞാൻ ആദ്യമേ പറഞ്ഞു ചെറിയ ഗ്ലാസ് ആയതുകൊണ്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് ഞാൻ നുറുക്കിയിരുന്നു. അതിനുശേഷം നമുക്ക് കുറച്ച് ഗ്രാമ്പു ഇടാം. എല്ലാത്തിലും യൂണിഫോമായിട്ട് ഇട്ട ശേഷം ആ നാരങ്ങയുടെ ചെറിയ ചെറിയ കഷ്ണങ്ങൾ അതിനകത്തോട്ട് നിറച്ചു. നാരങ്ങയുടെ കഷ്ണത്തിന് ശേഷം ഇനി അടുത്തത് കർപ്പൂരത്തിൻ്റെ പൊടിയാണ് കേട്ടോ. ആവശ്യത്തിന് ഒരുപോലെ സമമായിട്ട് 6 ഗ്ലാസസിലും ഒരുപോലെ നമുക്ക് ആ പൊടി ചേർക്കാം. ഒരല്പം പോലും തരിയില്ല എന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ. അങ്ങനെ അത് വിട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ആ ഡ്രൈഡ് ഫ്ലവേഴ്സാണ് ഇടേണ്ടത്. എഗെയിൻ ചെറിയ കണ്ടെയ്നർ ആയതുകൊണ്ട് വലിയ പൂക്കളൊന്നും ഇടാൻ പറ്റില്ല. ചെറിയ പെറ്റൽസൊക്കെ ബ്യൂട്ടിഫുള്ളായിട്ട് അതിൻ്റെ അകത്ത് നമുക്ക് അറേഞ്ച് ചെയ്തിടാം. ക്രിസ്മസ് ആയതുകൊണ്ടും എല്ലാവർക്കും ഗിഫ്റ്റ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉള്ളത് കൊണ്ടാണ് ഞാൻ 6 പീസസ് ഉണ്ടാക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് വീട്ടിൽ ഒരെണ്ണമായിട്ട് ഉണ്ടാക്കാം, 2-3 നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ഉണ്ടാക്കാം. അപ്പോൾ ഈ 6 ഗ്ലാസസും ഫില്ല് ചെയ്തു. ഇനി അടുത്തത് ചെയ്യേണ്ടത് ആ തിരിയൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുക എന്നുള്ളതാണ്. കൃത്യമായിട്ട് അതിനെ നല്ലപോലെ തിരിച്ച് വെക്കുക എന്ന് പറയും. അല്ലാതെ ഇങ്ങനെ ഇളകിയൊക്കെ പോയാൽ അത് കത്തുമ്പോൾ വൃത്തികേടല്ലേ അത് കാണാൻ. അപ്പോൾ നീറ്റായിട്ട് അതിനെ സോർട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ആക്ച്വലി ഈ ക്യാൻഡിലിലെ തിരി നമ്മൾ റെഡിയാക്കുന്നത് വളരെ സൂക്ഷിച്ച് വേണം ചെയ്യാൻ. ഇത് ഈ ഗ്ലാസ്സിലെ ഫില്ലിങ്സ് എല്ലാം ആയ ശേഷം
ഓരോ തിരിയും സെപ്പറേറ്റ് ആയിട്ട് ഒരു ടൂത്ത് പിക്കിൽ കെട്ടിയിട്ട് അതിനെ ഇങ്ങനെ ഗ്ലാസിൻ്റെ അകത്ത് മൗണ്ട് ചെയ്ത് ഹാങ് ചെയ്തിടണം. അങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും ഫലവത്തായിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഞാൻ അങ്ങനെ ചെയ്തില്ല, അതിൻ്റേതായ ഒരു പ്രയാസം എനിക്കുണ്ടായി. നിങ്ങൾ ഉണ്ടാക്കുമ്പോഴേക്കും ഉറപ്പായിട്ടും ആ തിരി വന്നിട്ട് ടൂത്ത് പിക്കിൽ കെട്ടി അതിൻ്റെ അകത്ത് ഇങ്ങനെ തൂക്കിയിട്ട് അതിന് ശേഷം വേണം മെൽറ്റഡ് വാക്സ് ഒഴിക്കാനായിട്ട്. അതാണ് ഈസി ആയിട്ടുള്ള മെത്തേഡ്. ഞാൻ കുറച്ച് ടഫായിട്ടുള്ളൊരു മെത്തേഡാണ് യൂസ് ചെയ്തത്. ക്യാൻഡിൽസും ഞാൻ എടുത്തു വെച്ചു. ഇനി ക്യാൻഡിൽ മെൽറ്റ് ചെയ്യാൻ പോവാണ്. അതിന് സ്റ്റൗ കത്തിച്ച് ഒരു പഴയ ചീനിച്ചട്ടിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതിലോട്ട് ഞാൻ നമ്മൾ ഈ സാധാരണ കുക്ക് ചെയ്യുമ്പോഴൊക്കെ ചെയ്യാറില്ലേ, ചീനിച്ചട്ടി വെച്ചിട്ട് അത്യാവശ്യം ടൊമാറ്റോയും വെള്ളരിക്കയൊക്കെ കട്ട് ചെയ്തിടണ പോലെ എൻ്റെ വിചാരം അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ച് ഞാൻ ഗ്യാസ് കത്തിച്ച് വെച്ചു. എന്നിട്ട് ക്യാൻഡിൽ ഇങ്ങനെ കഷ്ണമായിട്ട് നുറുക്കാൻ നോക്കി, അത് പറ്റിയില്ല. അപ്പോൾ ഒരു പ്ലാസ്റ്റിക് അതിൻ്റെ തന്നെ കവർ എടുത്ത് വെച്ചിട്ട് ഞാനത് നോക്കിക്കഴിഞ്ഞാൽ എന്ത് കഷ്ടപ്പെടുകയാണെന്ന്. എന്ത് ചെയ്തിട്ട് എനിക്ക് പറ്റുന്നു. അവസാനം ഞാനൊരു പീസ് ഇട്ടപ്പോൾ അതിങ്ങനെ ടപ്പെന്ന് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് പൊട്ടിയിട്ടോ. ഞാൻ പേടിച്ചു പോയേ. അപ്പോൾ ഇതൊക്കെ ഒരു ഇൻഎക്സ്പീരിയൻസിൽ തോന്നിയതാണ്. നമ്മൾ വീഡിയോസൊക്കെ കണ്ടിട്ടാണ് നമ്മളിത് കോപ്പി ചെയ്യുന്നത്, പക്ഷേ ഇത്തരം ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നമുക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും എൻ്റെ മെത്തേഡ് മാറ്റി ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ആദ്യം ഈ ക്യാൻഡിൽസിനെ മുഴുവൻ ഞാനൊന്ന് ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയെടുത്തു. അതെ, എനിക്കറിയാം, എന്നെപ്പോലെ ഇൻഎക്സ്പീരിയൻസ് ഒന്നും അല്ല ഇത് കാണുന്ന ഒട്ടനവധി ആൾക്കാരെന്ന് എനിക്കറിയാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ഗ്രാഹ്യം ഉണ്ടെങ്കിൽ, എന്നോട് പുതുതായിട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിലോ ടിപ്സ് ഉണ്ടെങ്കിലോ ഒക്കെ ഉറപ്പായിട്ടും കമൻസിൽ ഉറപ്പായിട്ട് മെൻഷൻ ചെയ്യണം കേട്ടോ, ഞാൻ വായിക്കാമേ. അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് ഞാൻ ക്യാൻഡിലിനെ കഷ്ണങ്ങളാക്കി എടുത്തു കഴിഞ്ഞു. ഇപ്രാവശ്യം ഞാനൊരു ചെറിയ സ്റ്റൗ കത്തിച്ചു. വളരെ ചെറിയ ഫ്ലെയിം വെച്ച് വീണ്ടും ആ പാത്രം വെച്ച് ഞാൻ നുറുക്കി വെച്ച ക്യാൻഡിൽസിൻ്റെ കഷ്ണങ്ങൾ വളരെ ശ്രദ്ധയോടെയാണ് ഞാൻ ഇപ്രാവശ്യം പാനിലോട്ടിട്ടത്. പൊട്ടരുതല്ലോ, ആദ്യത്തെ ഒരു അനുഭവമില്ലേ. അങ്ങനെ അത് ചെറുതായിട്ട് മെൽറ്റ് ചെയ്ത് തുടങ്ങി. എനിക്കപ്പോൾ ഈ വൈറ്റ് ക്യാൻഡിൽ വേണ്ടാന്ന് എനിക്ക് തോന്നി. അപ്പോൾ അതിനിത്തിരി കളർ വരുത്താനായിട്ട് ഞാൻ ഇത്തിരി മഞ്ഞപ്പൊടിയാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ നേരത്തെ ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഗ്ലാസസ് എടുത്ത് അടുത്ത് വയ്ക്കുകയാണ്. ഇത് മെൽറ്റ് ചെയ്ത ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് ആറണം. ആ ചൂടോടെ ഒഴിച്ചാൽ ഗ്ലാസ് പൊട്ടിത്തെറിക്കും. അപ്പോൾ ചെറുതായിട്ടൊന്ന് ആറുന്ന ആ സമയത്തിനുള്ളിൽ നമ്മൾ നേരത്തെ എടുത്തു വെച്ച ആ തിരികളുണ്ടല്ലോ, അത് മെൽറ്റഡ് വാക്സിനകത്തോട്ടിട്ട് നമുക്കൊന്ന് കോരി വെക്കണം. കോരി വെച്ചാൽ മാത്രം പോരാ, അതിനെ പ്രത്യേകം സെപ്പറേറ്റ് ആക്കി എടുക്കണം, അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ ഒട്ടിപ്പോകും കേട്ടോ. ഇപ്പോൾ ചെറിയ ചെറിയ കമ്പുകൾ പോലെ നമുക്ക് ഈ തിരികളെ കിട്ടും. ഉരുക്കി വെച്ചിരിക്കുന്ന വാക്സ് ചൂട് ആവശ്യത്തിന് ആറിയിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം നമുക്ക് ഗ്ലാസ്സിലോട്ട് ഫില്ല് ചെയ്യാം. എല്ലാം ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ ഇതാ ഇങ്ങനെയാണ് ഉണ്ടാവുന്നത്. ഇനി അടുത്തത് നമുക്ക് ആ തിരി വെക്കേണ്ട സമയമാണ്. വാക്സ് പെട്ടെന്ന് കട്ടയാവുമല്ലോ. കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ഇപ്പോൾ ഒരു സെമി സോളിഡ് സ്റ്റേറ്റിലോട്ട് വാക്സ് വന്നിട്ടുണ്ട്. നമ്മൾ സ്റ്റിക്ക് പോലെ ആക്കി വെച്ചിരിക്കുന്ന ആ തിരി അതിൻ്റെ അകത്തോട്ട് ഞാൻ ഇൻസേർട്ട് ചെയ്യുകയാണേ. ആക്ച്വലി നിങ്ങളിങ്ങനെ ചെയ്യാൻ നോക്കണ്ട. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നേരത്തെ ഒരു ടൂത്ത് പിക്കിൽ മൗണ്ട് ചെയ്ത് വെച്ചിട്ട് വാക്സ് മെൽറ്റ് ചെയ്ത് അതിൻ്റെ അകത്തോട്ട് ഒഴിച്ചെടുത്താൽ മതി. അങ്ങനെ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈം ഞാൻ ക്യാൻഡിൽസ് വീട്ടിലുണ്ടാക്കിയിരിക്കുന്നു ഈ ക്രിസ്മസ് കാലത്ത്. ഓർഗാനിക്കായിട്ടുള്ള ക്യാൻഡിൽസ്, നല്ല ഫ്ലേവറുള്ള ഇൻസെക്റ്റ് റിപ്പല്ലൻ്റ് ആയിട്ടുള്ള ക്യാൻഡിൽസ്. എൻ്റെ ഈ പരിശ്രമം എങ്ങനെയുണ്ട്? നിങ്ങൾക്കിഷ്ടമായോ? ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യണേ. ഇനി ഇത് ആർക്കൊക്കെയാണ് കൊടുക്കാൻ പോകുന്നതെന്ന് പറയാമേ. സൗഭാഗ്യയ്ക്ക് ഓഫ് കോഴ്സ് ഫസ്റ്റ് കൊടുക്കണം, ഏഞ്ചലയ്ക്ക് കൊടുക്കണം, അനിക്കുട്ടിക്ക് കൊടുക്കണം, നമ്മുടെ വിദ്യയ്ക്ക് ഒരെണ്ണം കൊടുക്കണം, മനുവിന് ഒരെണ്ണം കൊടുക്കണം. അങ്ങനെ 1-2 പേർക്കൊക്കെ കൊടുക്കാനുണ്ട്.
ഹായ്. ക്രിസ്മസിനെ കുറിച്ചുള്ള എൻ്റെ ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ ഈ അടുത്ത് ഞാനൊരു സീരിയൽ ചെയ്തില്ലേ, കാതോട് കാതോരം. അതിലെ ആ ശില്പ എനിക്കൊരു ചെറിയ സാന്റോക്ലാസിനെ ഗിഫ്റ്റ് ചെയ്തു. അതാണ് എനിക്ക് ഓർമ്മ കേട്ടോ. തിരിച്ച് ഞാനും എന്തൊക്കെയോ ഗിഫ്റ്റ് ചെയ്തു, അതൊന്നും എനിക്ക് ഓർമ്മയില്ല. പിന്നെ നമ്മുടെ അനിക്കുട്ടിക്ക് ഞാൻ ഓൾറെഡി ക്രിസ്മസിന് ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുത്തു, പക്ഷേ വീഡിയോ എടുത്തില്ല. ഏഞ്ചലയ്ക്ക് മേടിച്ചു, പക്ഷെ അതിപ്പോൾ കാണിച്ചു തരാമേ. ഇതാണ് ഏഞ്ചലയ്ക്ക് ഞാൻ മേടിച്ചത് കേട്ടോ. ഒരു ഓഫ് വൈറ്റിലൊരു ഓർഗൻസ ടോപ്പാണിത്. കൊള്ളാമോ? ഇത് ഏഞ്ചലയ്ക്കൊരു ചെറിയ ബേബി ഉണ്ട്. ആ ബേബിക്കും അതേ കളർ പോലെ ഒരെണ്ണം ഒരു ഫ്രോക്ക് ഞാൻ എടുത്തു കേട്ടോ. ഹൗ ഇസ് ദിസ്? കൊള്ളാമോ? ക്യൂട്ടല്ലേ? പിന്നെ ഉണ്ടല്ലോ, അനിക്കുട്ടിയുടെ വീട്ടിലൊരു കുക്കുണ്ട്, ഒരു ലേഡി ഗീത. അവർക്ക് ഞാൻ ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചു, പക്ഷേ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. ഇനി അടുത്തതാണ്, കമോൺ, നമ്മുടെ സുധാപൂവിൻ്റെ ഡ്രസ്സാണിത്. കണ്ടു, ഒരു ബേബി റോസാണ് കേട്ടോ ഇത്. പതിവ് പോലെ ഏതെങ്കിലും ഒരു ഗിഫ്റ്റ് ഞാൻ മറക്കും. ഇപ്രാവശ്യം ഞാൻ മറന്നുപോയത് സുധാപൂവിൻ്റെ ഗിഫ്റ്റാണ് ഞാൻ മറന്നുപോയത്. അതുകൊണ്ട് ഞാനേ കയ്യിലുണ്ടായിരുന്ന ഒരു പുസ്തകം കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്തു. പാവം എൻ്റെ കുഞ്ഞുണ്ടല്ലോ, അത് വാങ്ങിച്ചിട്ട് സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് അതിൻ്റെ താങ്ക് യു ഒക്കെ പറഞ്ഞു. എന്ത് പറയാനാണല്ലേ. അപ്പോൾ കുഞ്ഞിനുള്ള ഗിഫ്റ്റുമായിട്ട് ഞാൻ ഉറപ്പായിട്ട് അവിടെ ചെന്ന് ഒരു വീഡിയോ ഇടും കേട്ടോ. സോറി സുധാപൂ. ഇനി അടുത്ത ഗിഫ്റ്റ് എന്ന് പറയുന്നത് എൻ്റെ ബ്രദറിൻ്റെ മകൻ അക്ഷയ്ക്കുള്ള ഗിഫ്റ്റാണ്. ഒരു ഷർട്ട്. ഇപ്രാവശ്യം അരുണിനൊരു ഗിഫ്റ്റ് എടുത്തു കേട്ടോ, ഒരു ടീഷർട്ടേ. ഇനി ആശമ്മയ്ക്കാണ് ഒരു ഗിഫ്റ്റ്. ഒരു നല്ല ടോപ്പാണ് കേട്ടോ, കളർഫുൾ ആയിട്ടൊരു ടോപ്പ്. ഇത് വാങ്ങിച്ചു വെച്ചിരിക്കുന്നതേ അനുവിനാണ്. കുറച്ച് ട്രെൻഡി ആയിട്ട് ബാംഗിൾസ്. ഇതും അനുവിന് തന്നെയാണ്. നല്ലൊരു ഷെയ്ഡ് ലിപ്സ്റ്റിക് ഉണ്ടായിരുന്നു കേട്ടോ, അതും അനുവിനിരിക്കട്ടെ. ഇനി ഒരു പേർ കമ്മലാണ്. ഇത് സൗഭാഗ്യയ്ക്ക്. കമ്മല് മാത്രമല്ല കേട്ടോ, ഈ വളയും സൗഭാഗ്യയ്ക്കാണ്. സൗഭാഗ്യയ്ക്ക് ഒരു സെറ്റ് കമ്മലും. ഇതൊക്കെ കണ്ടപ്പോൾ സുധാപുവിന് സങ്കടം വന്നു. കൂടാതെ 2 സെറ്റ് വളയുണ്ടായിരുന്നു. ഇതിൽ ഒരു സെറ്റ് ഞാൻ വിദ്യയ്ക്ക് കൊടുത്തു, മറ്റേ സെറ്റ് നമ്മുടെ സൗഭാഗ്യയുടെ കൂട്ടുകാരിയില്ലേ ദേവി ശ്രീകുമാർ, ദേവിക്കും കൊടുത്തു. ദേവി ഈ വള വിദ്യയുടെ മോൾക്ക്. ഈ മാല സുധാപൂന. ഈ ലിപ്സ്റ്റിക് വിദ്യക്കാണ്. ഇനി കുറച്ച് മേക്കപ്പ് ഐറ്റംസ് ആണ്, 2-3 അത് സൗഭാഗ്യക്കും അനുവിനും. അപ്പൊ അത്രേ ഉള്ളൂ ചെറിയ ചെറിയ ഗിഫ്റ്റ്സ് എന്നെ കൊണ്ടാവുന്നത്. ഇനി അടുത്തത് കാൻഡിൽസ് കൊടുക്കണ്ടേ? കൊടുക്കാം. ഹാൻഡ്മെയ്ഡ് ക്യാൻഡിൽ. അമ്മ സാന്താക്ലോസ് വരും. സാന്താക്ലോസ് ബാഗ്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. ഞാൻ ഭയങ്കര ഹാപ്പി ആട്ടോ, ചെറിയ ചെറിയ സന്തോഷങ്ങളൊക്കെ ആയിട്ട്. നിങ്ങൾക്ക് എന്ത് തോന്നി? ഇഷ്ടമായോ?
അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് കാണാം, ഉറപ്പായിട്ട് കാണണം. ഓക്കെ, ലോട്ട്സ് ആൻഡ് ലോട്ട്സ് ഓഫ് ലവ്. ഗോഡ് ബ്ലെസ് യു.